നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇന്ന് എങ്ങനെയാണ് ചക്ക ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്ക ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവുകയില്ലല്ലോ. എന്നാൽ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മിശ്ര വ്ലോഗ് ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചക്ക ഹൽവ ഉണ്ടാക്കാനായിട്ടാണ് ഇതേണ്ട ഒരു ചക്കയാണ് മുറിക്കുന്നത്. അതിന് അതിൻ്റെ ചോളം നമ്മൾ പറിച്ചെടുക്കാൻ പോവുകയാണ്. അത് ചോള പറിച്ചെടുത്ത് അതിൽ നിന്ന് കുരുവ് മാറ്റിയതിന് ശേഷം ചക്കയായിട്ട് നമ്മൾ 1.5 കിലോ ചക്കയാണ് ഹൽവ ഉണ്ടാക്കാനായി എടുക്കുന്നത്. അതിലേക്ക് ഒരു തേങ്ങയുടെ പാൽ പിഴിഞ്ഞത്, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 50 ഗ്രാം മുന്തിരി, 50 ഗ്രാം കപ്പലണ്ടി, പോലെ 1 കിലോ ചക്കര, അതായത് കരിപ്പെട്ടി, അത് ഞാൻ ഉരുക്കിയതാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 250 നെയ്യ്, 1 സ്പൂൺ ഉപ്പ്. ഇത്രയുമാണ് നമുക്കതിന് വേണ്ട സാധനങ്ങൾ. ഇനി നമ്മൾ ഈ ചക്ക മിക്സിയിൽ അടിച്ച് എടുക്കാൻ പോവുകയാണ്. അത് പൾപ്പാക്കി കൊണ്ടുവരണം. വേണ്ടതാണ് അത് അടിച്ച് കൊണ്ടുവന്ന പൾപ്പാണിത്. ഇതിന് നമ്മൾ ഉരുളി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോകും. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ പൾപ്പ് ഒഴിച്ചു കൊടുക്കുന്നു. പറ്റാൻ വേണ്ടി നമ്മൾ ഇത് ഇളക്കി കൊടുക്കുകയാണ്. വെള്ളം പറ്റി കഴിയുമ്പോൾ ആ ശർക്കര ആവശ്യത്തിന് അത്രയും ഒഴിക്കേണ്ട, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. മധുരം അനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കിയെടുക്കുക. അത്രയും കുറച്ച് ഇളക്കി കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം ഇച്ചിരിയുടെ വറ്റും. ഇളക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. എളുപ്പമൊന്നും ഹൽവ കഴിക്കാൻ പറ്റില്ല. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് വെള്ളം പറ്റി അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 തേങ്ങയുടെ പാലാണ് എടുത്തത്. അതിൽ നിന്ന് കുറച്ച് ഇച്ചിരി മാറ്റി വെച്ചിട്ട് ബാക്കി അങ്ങ് ഒഴിച്ചു കൊടുത്തു. അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഇട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഇച്ചിരി കുറച്ചെടുത്ത് വെച്ചിരുന്നതിനകത്തോട്ട് 1 സ്പൂൺ അരിപ്പൊടിയാണ്, അത് മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഹൽവ ഒന്ന് മുറുകി വരാൻ വേണ്ടി, ഇല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിന് ശേഷം ഒരു ചട്ടി വെച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നമ്മൾ വറുത്തെടുക്കാൻ പോകുക. അതിലേക്ക് നമ്മൾ ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. കപ്പലണ്ടി ഓപ്ഷണലാണ്. അതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുന്തിരിയും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. കരിപ്പെട്ടി, അതായത് ചക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം കരിപ്പെട്ടിക്കകത്ത് കൂടുതൽ അയൺ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. ശർക്കര ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ ചക്കര ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പരുവം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമ്മളൊരു പാത്രത്തിലേക്ക് കോരുകയാണ്. അതായത് കേക്ക് ടിന്നിലേക്കാണ് ഞാൻ കോരുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് നെയ്യ് തൂവി വെച്ചിരിക്കണം. അത് നല്ലപോലെ ഇതിനകത്ത് കോരിയിട്ട് നല്ലപോലെ ഇളക്കി നമ്മളൊന്ന് ആ തവി വെച്ച് നമക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇന്ന് എടുക്കരുത്, ഇന്ന് രാത്രി കഴിഞ്ഞ് നമ്മളത് എടുക്കാവുള്ളൂ. എങ്കിലേ നല്ല ഹൽവ നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്.